നിധി അച്ഛനും കേക്ക് കൊടുക്കുകയാണ്. അച്ഛൻ പറയും, ഇപ്പം വേണ്ട മോളെ, ഞാൻ മുഖം കഴുകി വരാം. ശ്രുതിക്കാണെങ്കിൽ അച്ഛൻ ശ്രുതിയെ കളിയാക്കിയതൊന്നും ഇഷ്ടാവുന്നില്ല. അച്ഛൻ മുഖം കഴുകി വന്നിട്ട് കേക്കിൻ്റെ ഒരു പീസ് വാങ്ങാണ്. തിരികെ നടക്കുമ്പോൾ ശ്രുതി കൊണ്ടുവന്ന മറ്റേ കേക്കിൽ ചവിട്ടിപ്പോവും. ശ്രുതി പറയും, അയ്യോ എൻ്റെ ആർട്ട് കേക്ക്. അച്ഛൻ പറയും, കഴിക്കുന്ന സാധനമൊക്കെ ഇങ്ങനെ അലസമായിട്ടാണോ വെക്കുന്നത്? അച്ഛൻ വാങ്ങിച്ച കേക്ക് അങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുത്തിട്ട് എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് പോവാണ്. സുഭാഷ് പറയും, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. ശ്രുതി പറയും, സുഭാഷ് ഏട്ടാ എൻ്റെ കേക്ക്. നിധി പറയും, കുഴപ്പമില്ല, ഇത് നല്ല കേക്കാണല്ലോ. നികേഷിനോട് സുഭാഷ് പറയും, അത് കൊണ്ടുപോയി കളഞ്ഞേക്ക്. സുഭാഷ് പറയും, ഈ കേക്ക് എല്ലാവർക്കും കൂടെ മുറിച്ച് കഴിക്കാം, ഇല്ലെങ്കിൽ ഇപ്പോൾ കേടുവന്നു. കുറച്ച് അച്ഛനും കൊടുക്ക്. അവരെല്ലാവരും കൂടെ അത് മുറിച്ച് കഴിക്കുകയാണ്. രാവിലെ ആകുമ്പോൾ നികേഷും ഹരീഷും കൂടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. സുധീഷും കൂടെ അങ്ങോട്ട് വരും. സുധീഷ് ചോദിക്കും, ഇന്നലത്തെ സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? അവർ പറയും, നന്നായിരുന്നു. ആ സമയത്ത് സുഭാഷ് അങ്ങോട്ട് പായസം കൊണ്ട് വരികയാണ്. നിധിക്ക് കൊടുക്കുമ്പോൾ നിധി പറയും, നല്ല ടേസ്റ്റ്. ശ്രുതി പറയും, ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കിയതാ. നിധി പറയും, അതൊന്നുമല്ല, ഇത് സുഭാഷ് ഏട്ടൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാ. സുഭാഷ് പറയും, അവനോട് രാവിലെ പറഞ്ഞിരുന്നു, മോളുടെ പിറന്നാളാണെന്ന് ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചേനെ. ശ്രുതി സുഭാഷിനോട് പറയും, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അത് മേഡം വാങ്ങുമെന്ന് അറിയില്ലല്ലോ. നിധി പറയും, എവിടെ? സുധീഷ് പോയിട്ട് എടുത്തു കൊണ്ടുവന്ന് നിധിക്ക് കൊടുക്കുകയാണ്. നിധി അത് കാണുമ്പോൾ തന്നെ വണ്ടറ. നല്ല സാരി, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ സെലക്ഷനൊക്കെ അറിയാലേ. ഞാനിത് ഉടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് പോവാണ്. സുധീഷിനാണെങ്കിൽ വല്ലാത്ത സന്തോഷം തോന്നും. സുധീഷ് അവിടെ കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. ഹരീഷ് കളിയാക്കുമ്പോൾ നികേഷ് പറയും, അതൊന്നും കുഴപ്പമില്ല സുധീഷ് ഏട്ടാ, സുധീഷ് ഏട്ടൻ കളിച്ചോ. നിധി ഗോപി പോലീസിനെ വിളിക്കുമ്പോൾ അയാൾ ചോദിക്കും, ഇതാരാ? ഞാൻ നിധിയാ, പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിഞ്ഞ. ഓ, സുധീഷിൻ്റെ വൈഫ്, അങ്ങനെ പറ. ഈ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? സ്വന്തം കല്യാണം കഴിഞ്ഞ പോലീസ് സ്റ്റേഷൻ അറിയില്ലേ? ഞാനന്ന് സുധീഷിൻ്റെ കൂടെ വന്നത്, അതുകൊണ്ടാ. ആ ലൊക്കേഷനൊന്ന് എനിക്ക് അയച്ചു തരുമോ? നിധി സിദ്ധാർത്ഥിനോട് ചോദിക്കും, ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ പോയിക്കോട്ടെ? സിദ്ധാർത്ഥ പറയും, അതിനെന്താ? ഇവിടെ നേരത്തെ പോകുന്നതിനോ ലീവ് എടുക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ കമ്മിറ്റ് ചെയ്ത ജോലി സമയത്ത് തീർത്തു കൊടുക്കണം, അത്രേ ഉള്ളൂ. നിധി എങ്ങോട്ടാണ് പോകുന്നത്? നിധി വരുമ്പോൾ എനിക്കൊന്ന് ടൗൺ വരെ പോകാനുണ്ട്. ആണോ? ഞാനും ആ വഴിക്കാണ്. എന്നാൽ നമുക്ക് ഒരുമിച്ച് പോവാം. നിധി വരും, വേണ്ട, ഞാൻ ബസ് പോയിക്കോളാം, ഞാനൊരു റിലേറ്റീവിൻ്റെ വീട് വരെ പോവാം. സിദ്ധാർത്ഥ പറയും, ഞാൻ അങ്ങോട്ടൊന്നും വരുന്നില്ല, ഞാൻ വഴിക്ക് ഇറക്കി വിടുകയുള്ളൂ. അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിധിക്കൊരു ഫ്രണ്ടിൻ്റെ കോള് വരും. അതുവഴി സിദ്ധാർത്ഥിന് മനസ്സിലാവും ഇന്ന് നിധിയുടെ പിറന്നാളാണെന്ന്. സിദ്ധാർത്ഥ ചോദിക്കും, പിറന്നാളാണെങ്കിൽ ഒന്ന് പറയണ്ടേ, നമുക്ക് ഓഫീസിൽ വെച്ച് ആഘോഷിക്കാമായിരുന്നല്ലോ. നിധി പറയും, ഞാൻ സ്കൂൾ കുട്ടിയൊന്നും അല്ലല്ലോ, കയ്യിൽ ചോക്ലേറ്റൊക്കെ ആയിട്ട് വന്നിട്ട് ആഘോഷിക്കാൻ. സിദ്ധാർത്ഥ് ഒരു സ്ഥലത്ത് കാറ് നിർത്തുകയാണ്. എന്നിട്ട് പറയും, ഞാൻ ഇപ്പോൾ വരാം. ഒരു പാക്ക് ചോക്ലേറ്റുമായിട്ട് വന്നിട്ട് നിധിക്ക് കൊടുക്കും. നിധി ചോദിക്കും, ഇത് വാങ്ങാൻ പോയതാണോ? ഇതൊന്നും വേണ്ടായിരുന്നു. എവിടെ ഇറക്കേണ്ടതെന്ന് നിധിയോട് സിദ്ധാർത്ഥ് ചോദിക്കുമ്പോൾ നിധി പറയും, ഇവിടുത്തെ പോലീസ് സ്റ്റേഷനില്ലേ, അവിടെ ഇറക്കിയാൽ മതി. അവിടെ എന്താണെന്ന് ചോദിക്കുമ്പോൾ നിധി പറയും, അവിടെ എൻ്റെ റിലേറ്റീവ് ഉള്ളത്. സിദ്ധാർത്ഥ് നിധിയെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ഇറക്കുകയാണ്. നിധിയോട് പറയും, നിധി ഇറങ്ങുമ്പോൾ പറയും, ഞാൻ വരാം. നിധി പറയും, വേണ്ട, ഞാൻ ബസ്സിൽ പോയിക്കോളാം, ബെഡകളിനെ ബസ്സിൽ വിടാൻ പറ്റില്ലല്ലോ, ഞാൻ വരാം. നിധി പറയും, താങ്ക്സ്. നിധി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഗോപി പോലീസിനെ കാണാണ്. ഗോപി പോലീസ് ചോദിക്കും, നിങ്ങളെന്തിനാണ് ഡിവോഴ്സ് ആവുന്നത്? സുധീഷ് വല്ല ദേഹോപദ്രവം ചെയ്യുന്നുണ്ടോ? നിധി പറയേ, ഇല്ല. പിന്നെന്താ പ്രശ്നം? ഞങ്ങൾ തമ്മിൽ സെറ്റാവുന്നില്ല. അല്ല, ഞങ്ങൾ ഡിവോഴ്സ് ആകാൻ പോകുന്ന കാര്യം സാറിനോട് ആരാ പറയുന്നത്? ഗോപി പോലീസിനാണെങ്കിൽ അതിന് മറുപടി ഉണ്ടാവില്ല. ആ സമയത്ത് അങ്ങോട്ട് ഇൻസ്പെക്ടർ വരികയാണ്. ഇൻസ്പെക്ടർ ചോദിക്കും, ഇതാരാണ്? ഗോപി പോലീസ് പറയും, സാറിന് ഓർമ്മയില്ലേ, ഇവരുടെ കല്യാണം നമ്മളിവിടെ വെച്ച് നടത്തി കൊടുത്തിരുന്നു. ഇൻസ്പെക്ടർ, ഓ, പണ്ട് കമ്മീഷണറൊക്കെ ഇടപെട്ട കേസ്, ഞാൻ മുഖമൊക്കെ മറന്നുപോയി, അതുകൊണ്ടാണ്.